ഗെയിമേഴ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഇന്ത്യൻ ബൈക്ക് 3D. അങ്ങനെയല്ലേ? അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഫോണിലെ GTA 5 എന്ന് അതിൻ്റെ പച്ച മലയാളത്തിൽ അറിയപ്പെടുന്നു. GTA 5 മൊബൈൽ വെർഷനാണ് ഗൈസ് അത്. അപ്പം ഗൈസ് ആ ഗെയിമാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. ഈ ഗെയിം ആർക്കൊക്കെ ഇഷ്ടമുണ്ടാകും കമൻറ്റ് ചെയ്യൂ. അപ്പം നേരെ ഗെയിമിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിമിലോട്ടൊക്കെ കടന്നിട്ടുണ്ട്. നമ്മുടെ ഇവൻ്റെ പേരെന്തിനെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരോ ആവട്ടെ, നമ്മുടെ കുട്ട ഇവിടെ ശരിയായി നിൽക്കുകയാണ്. ഇവനെന്തിനോ കുഴപ്പമുണ്ട് ഗൈസ്. എൻ്റെ മുഖം അറിയണോന്ന് എനിക്ക് സംശയമില്ലാതില്ല. എൻ്റെ കൈ ആ ക്യാമറ തട്ടി മറയുകയാണ്. അതുകൊണ്ട് ഗൈസ് ഫാനിൻ്റെയൊക്കെ നീയൽ. അപ്പം നമുക്ക് നേരെ വെളിയിലോട്ടൊക്കെ പോകാം. ഗൈസ് അങ്ങനെ നമ്മൾ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ദാണ്ട് ഇത് ഏത് കാറുടെ? എനിക്ക് ഈ കാറിൻ്റെ പേര് അറിഞ്ഞൂടാ. ഇതേത് കാറ്? ഗൈസ് ഏതോ ഒരു കാറാണ്. ഈ കാർ അവിടെ കിടക്കട്ടെ. നമുക്ക് വേറെ വല്ലതും വണ്ടി വിളിച്ച് പോവാം. ഏത് വണ്ടി വിളിക്കണം? കുറച്ച് ഇവിടെയൊക്കെ നടന്നിട്ട് വണ്ടിയെ വിളിക്കാം. ഗൈസ് നമ്മൾ ഇവിടെ വണ്ടി വിളിക്കാം. ഏത് വണ്ടി വിളിക്കാം? ഗൈസ് നമ്മളൊരു വണ്ടി വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ബുള്ളറ്റ് തന്നെ ഗൈസ്. ഞാൻ ചുമ്മാ അടിച്ചു നോക്കിയപ്പം ബുള്ളറ്റ് കിട്ടി ഗൈസ്. എനിക്ക് ആ ബുള്ളറ്റിലാണ് ഗൈസ്. ബുള്ളറ്റ് എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. എവിടെ പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഞാൻ റൈറ്റ് പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഗൈസ് ഇവിടെ ഇതാണ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചാടാൻ നോക്കിയതാണ് ഗൈസ്. നമ്മൾ ഈ വണ്ടിയിൽ ചാടണമെങ്കിൽ ഈ സ്ലോ മോഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പം വണ്ടി ചാടിക്കോളും. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോവുകയാണ്. ഈ സംഭവത്തിൽ കയറി നോക്കാം ഗൈസ്. ഈ സംഭവത്തിൽ കയറിയിട്ടുണ്ട്. എൻ്റെ കൈ നല്ലതായിട്ട് മറയണുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിതാ പോയി. എൻ്റെ പൊന്നേ, ഈ ലോകം മുഴുവനും കാണാമല്ല ഗൈസ്. എന്നിട്ട് അതേ വഴി തന്നെ നമ്മൾ ബാക്ക് അടിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇവൻ്റെ പേര് രോഹിത് എന്നാണ് എനിക്ക് തോന്നണത്. ഇതിൻ്റെ ഗെയിം സ്റ്റുഡിയോയുടെ പേര് രോഹിത് എന്നാണ്. അപ്പോൾ രോഹിത്തായിരിക്കും ഇവൻ്റെ പേര്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഒരു വണ്ടിക്കാരൻ പോകണം. ഏതോ ഒരു വണ്ടിക്കാരൻ പാവം താണ്ട് ഒരു നടന്നു പോകണം ഗൈസ്. കാണുന്ന റൈഡിൽ നമുക്ക് പോയാലോ? നമുക്ക് നോക്കി നോക്കാം. ആ റൈഡ് പാടാണോ പാടല്ലേ എന്ന് നമുക്ക് നോക്കാം. അയ്യോ, റൈഡ് മിസ്സായി ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് വളച്ചെടുത്തിട്ട് അവിടുത്തെ റൈഡിൽ കയറാം. നല്ല വൃത്തി ഓടിക്കുകയാണ്. ഓടിയുള്ള വണ്ടി. ഇതെന്തൊരു വണ്ടി? അഴുക്ക ബുള്ളറ്റ് കൊള്ളൂല ഗൈസ്. അഴുക്ക ബുള്ളറ്റ് കൊള്ളൂല ഗൈസ്. അഴുക്ക ബുള്ളറ്റാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ നിന്നും കയറിയിട്ടുണ്ട്. അവിടെ ഒന്നും കയറാൻ പറ്റണില്ല ഗൈസ്. നമുക്ക് ഇവിടെ ഭയങ്കര പാട് കയറാം. അയ്യോ, ദാണ്ട വീണ്ടും മിസ്സായി ഗൈസ്. എൻ്റെ മുഖം നല്ല മറിയുന്നു. ഗൈസ് ഞാൻ ദാണ്ട് ഒറ്റവേലി പോവുകയാണ്. ഒറ്റവേലി പോയിട്ടുണ്ട് ഗൈസ്. ഒറ്റവേലി പോകണമെങ്കിൽ ആ ജോയ്സ്റ്റിക്ക് ഞാൻ ഇങ്ങനെ ആക്കി. ജോയ്സ്റ്റിക്കിലാണെന്ന് തോന്നുന്നു എനിക്ക് ഒറ്റവേലി പോകാൻ പറ്റിയത്. മറ്റേ സ്റ്റിയറിങ്ങും ടച്ചൊന്നും എടുത്തപ്പോൾ എനിക്ക് ഒറ്റവേലി പോകാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് നമ്മളിതാ പോവുകയാണ്. ഗൈസ് നമ്മൾ വീണ്ടും പൊങ്ങിച്ചാടി. വീണ്ടും പൊങ്ങി. നമ്മൾ അതുകൊണ്ട് ഈ വീട്ടിൽ പൊങ്ങി എത്താൻ പറ്റുമെന്ന് നോക്കുകയാണ്. പറ്റിയില്ല. ഇനി അടുത്ത് പൊങ്ങ്. ഒറ്റ വലി നിൽക്കണ. പൊങ്ങി. പറ്റിയില്ല. ഇത് കയറാൻ പറ്റണില്ല ഗൈസ്. പൊങ്ങി. സൂപ്പർ. ഇപ്പം തറയിൽ വീഴുന്ന വണ്ടി അവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ വീഡിയോ കയറണമെന്നൊന്നും ആഗ്രഹമില്ല. നമുക്ക് ആ റൈഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അയ്യോ അതാണ്ട് വീണ്ടും മിസ്സായി. ഇനിയിപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കയറ്റാം. ചവിട്ട്. ഗൈസ് നമ്മൾ റൈഡ് കയറ്റിയിട്ടുണ്ട്. അയ്യോ, ഇവിടെ വെച്ച് കുഴപ്പമില്ല. നമുക്കിനി പോകാം വേറെ സ്ഥലത്തോട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ്. നമ്മുടെ വണ്ടിക്ക് ഇത്തിരി ആട്ടമുണ്ട്. ഇങ്ങനെ ആടി പോവും. നമ്മളിങ്ങോട്ടാക്കുമ്പോൾ വണ്ടി അങ്ങോട്ടാണ്. അയ്യോ അതുകൊണ്ട് വണ്ടി എവിടെ കൊണ്ടിടിച്ച് കയറിയിട്ടുണ്ട്. ഇത് മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയല്ലേ? ഇവിടെ നമ്മൾ റോഡിലും ആ വണ്ടിയുടെ പേര് എനിക്കറിഞ്ഞൂടെ. എന്തൊരു ലംബോഗിരിനി. അങ്ങനെയല്ലേ ഗൈസ്? എന്താ വണ്ടി?
ആ വണ്ടിയുടെ മേളിൽ കൂടെ നമ്മൾ ചാടി താണ്ട് ഇവിടെ ചാടാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ചാടാൻ പറ്റൂല. ശ്രമിച്ചാൽ പറ്റുമായിരിക്കും ഇല്ലേ ഗൈസ്? ചാടാൻ പറ്റുന്നില്ലെന്നാണ് നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോവാം. നമുക്ക് ബുള്ളറ്റ് മാറ്റിയിട്ട് വേറെ വലിയ വണ്ടി എടുത്താലോ ഗൈസ്? വേണ്ട, ഇത് തന്നെ കൊള്ളാം അല്ലേ? ഇത് തന്നെ മതി. അങ്ങനെ ഈ വണ്ടിയിൽ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഏത് സ്ഥലം വരെ എന്ന് എനിക്കറിഞ്ഞൂടെ. ഏതൊരു സ്ഥലം വരെ ഗൈസ്. അങ്ങനെ അയ്യോ ഗൈസ്, ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ടാ? ഞാൻ ഇന്നാണ് ഈ പെട്രോൾ പമ്പൊക്കെ കാണുന്നത്. ഈ പെട്രോൾ പമ്പ് എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടെ ഗൈസ്. ഇത് പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ് ആണ് ഈ പെട്രോൾ പമ്പ്. പെട്രോൾ അടിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് ഇവിടെ വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ട്. വണ്ടി വെക്കാൻ പോവുകയാണ്. വരട്ടെ വണ്ടി, ബാക്കിലോട്ട് വരട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ വെക്കാം. നമുക്ക് ഇവിടെ വെച്ച് നോക്കാം പെട്രോൾ അടിക്കുന്നു. പെട്രോൾ അടിയടാ, അല്ലെങ്കിൽ അടിക്കുന്നേ. പെട്രോൾ അടി ഗൈസ്. പെട്രോളൊന്നും അടിക്കില്ല. നമുക്ക് വേറെ വീട്ടിൽ പോവാം. അല്ല, വീട്ടിൽ പോകണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. പെട്രോൾ അടിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് അവിടെ വന്ന് കയറി നോക്കാം, അവിടെ കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അവിടെ നിന്നായിരിക്കും വലിയ പെട്രോളിൻ്റെ ഇതായിരിക്കും ഗൈസ്. ഇത് പൊട്ടണമൊന്നുമില്ല. നമുക്കൊരു ഗണ്ണ് എടുത്തിട്ട് നോക്കാം. ഇനി നമുക്ക് വീഡിയോ വെച്ച് നോക്കാം ഇത് പൊട്ടുമില്ലെന്ന്. ഗൈസ്, റോക്കറ്റ് ഗണ്ണാണ് ഗൈസ് സാധനം എടുത്തിട്ടുള്ളത്. കുറേ ബാക്കി തോന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ പറ്റിയല്ല. നമ്മൾ വെടി വയ്ക്കാൻ പോവുകയാണ്. അതിനൊന്നും പറ്റിയില്ല ഗൈസ്. അതിനൊന്നും ഏക്കണില്ല. നമുക്ക് വണ്ടി കയറി പോവാം ഗൈസ്. നമുക്ക് വേറെ എവിടെയെങ്കിലും ഒക്കെ പോവാം. ഇതിലൊന്നും അയ്യോ ഞാൻ വീഴുന്നു ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് പതുക്കെ എണീറ്റ് കയറട്ടെ. ഓക്കെ ഗൈസ്, നമുക്ക് പോവാം. ഓക്കെ, വണ്ടി എടുക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ പോവുകയാണ്. നമ്മൾ അവിടെ എവിടെയും മല കയറിയാലോ ഗൈസ്? നമുക്ക് ആ മല കയറി പോവാം. കുറച്ച് ചാടിയൊക്കെ. അങ്ങനെ ഗൈസ് ആ മല കയറി ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്ത് നമ്മൾ ഇനി കുറേ നേരം ഈ മലയിലേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ഫുൾ സ്പീഡൊക്കെ എടുത്ത് നോക്കാം. നല്ല സ്പീഡിലാണ് ഗൈസ് വണ്ടി പോകുന്നത്. ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല, ആക്സിലേറ്റർ മാത്രം അമർത്തി പിടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം ഗൈസ്. നേരെ നേരെ മാത്രം ഒരു ലക്ഷ്യമേ ഉള്ളൂ ഗൈസ്. നമ്മൾ നേരെ പോട്ടെ ഗൈസ്. അവസാനം ഒരു സ്ഥലം എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഗൈസ്, നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ റോഡ് കണ്ടിട്ടുണ്ട്. കുറേ നേരം നമ്മൾ യാത്ര ചെയ്തു. അങ്ങനെ റോഡ് കണ്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ റോഡിൽ നിന്ന് നേരെ എവിടെ ഗൈസ്, നമുക്ക് ഈ ജുറാസിക് പാർക്കിൽ കയറിയാലോ? നമുക്കൊരു ഹെലികോപ്റ്റർ വിളിച്ചിട്ട് കയറാം. നമുക്കിവിടെ നിർത്താം. ചാടിയിട്ട് നമുക്ക് കയറാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മൾ ചാടി നോക്കി. ഇനി ഒരു ഹെലികോപ്റ്റർ വിളിച്ചാലേ വഴി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹെലികോപ്റ്റർ വിളിക്കാം ഗൈസ്. നമ്മൾ ഒരു ഫോൺ എടുത്തിട്ട് നമ്മൾ ഫയർ ഹെലികോപ്റ്റർ വിളിക്കാം. മറ്റേ ആർമിയുടെ ഹെലികോപ്റ്റർ വിളിക്കാം. അയ്യോ തെറ്റിപ്പോയി, ചീറ്റ് കോഡ്. ഓക്കെ ഗൈസ്, നമ്മൾ യഥാർത്ഥ ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്. ഇനി വിളിച്ച് നോക്കാം. അതാണ്ട് നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, കയറട്ടെ. ഇനി നമുക്ക് പറപ്പിക്കാം. അങ്ങനെ നമ്മൾ പറപ്പിച്ചിട്ടില്ല. അതാണ്ട് എത്തി. ഇവിടെ വലിയ ഡൈനോസർ ഉണ്ടാകുന്ന നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യാം. വല്ല ഡൈനോസർ കാണുമോ നോക്കാം ഗൈസ്. നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒരു ഡൈനോസറും ഇല്ലല്ലോ. എവിടെ പോയി ഡൈനോസർ? ഗൈസ്, നമ്മൾ ഇവിടെയൊക്കെ നോക്കി നോക്കാം ഗൈസ്. ഇവിടെ ഒരു ഡൈനോസറും ഇല്ലല്ലോ. നമുക്ക് ഇവിടെ ലാൻഡ് ചെയ്യണോ വേണ്ടേ? നമുക്ക് ഒരു ഡൈനോസറും ഇല്ല ഗൈസ്. എന്തൊരു കഷ്ടം ഇത്. ഒരു ഡൈനോസറും ഇവിടെ കാണാനില്ല. എത്രത്തോളം ഇനി പറന്ന് പോവാം. ഇവിടെ വല്ല നമുക്ക് ലാൻഡ് ചെയ്താൽ നല്ല സേഫ് ലാൻഡിങ് നോക്കി ചെയ്യാം. നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലാൻഡ് ചെയ്യാം. പതുക്കെ ലാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ പതുക്കെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പതുക്കെ സേഫ് ലാൻഡിങ്. ഇതുകൊണ്ട് ഗൈസ് ഒരു ഡിനോസർ പോകുന്നു. നമുക്കൊരു ഗണ്ണ് എടുത്ത് പിടിച്ചുകൊണ്ടൊക്കെ ഡിനോസറിൻ്റെ അടുത്ത് പോയാൽ പോരെ. നേരിട്ട് വെടി വയ്ക്കാൻ പറ്റുമോ ഇതിൽ നിന്ന് ഗൈസ്? ഇതിൽ വെടി വയ്ക്കണം. ആ സ്ലോ മോഷൻ ബട്ടൺ പിടിച്ചാൽ വെടി വയ്ക്കാൻ പറ്റും ഗൈസ്. ഇതുകൊണ്ട് ഗൈസ് വലിയ തലയുള്ള ഡൈനോസർ കുട്ടാ, അവിടെ നിൽക്കാ. ഞാൻ നിന്നെ വെടി വയ്ക്കട്ടെ. ഡൈനോസർ കുട്ടാ. അയ്യോ ഗൈസ്, ഡൈനോസർ കുട്ട ഇവിടെ നിൽക്കുകയാണ്. എന്തിനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇവിടെ. എന്തിനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തിനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്കിവിടെ ലാൻഡ് ചെയ്യാം.
എന്നിട്ടൊരു ഗണ്ണൊക്കെ പിടിക്കുക, റോക്കറ്റ് ഗണ്ണൊക്കെ പിടിച്ചിട്ട് നമുക്കിവിടെ നിൽക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യാം ഗൈസ്. അയ്യോ ഇതുകൊണ്ട് ഇതൊന്നെ എങ്ങനെ ഷൂട്ട് ചെയ്യും ഗൈസ്? ഞാൻ വേറെ ഗണ്ണ് എടുക്കണോ? വേണ്ട ഗൈസ്, ഈ ഗണ്ണ് തന്നെ എടുക്കാം. ഇതായിരിക്കും ഇത്തിരി കൂടെ സേഫ്റ്റി ഗണ്ണ്. പെട്ടെന്ന് ചാവയൊക്കെ ചെയ്യും. ഓ ഗൈസ്, ഡൈനോസർ മരിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഡൈനോസറിൻ്റെ കാര്യം കട്ടപ്പോക. അങ്ങനെ ഗൈസ്, ഡൈനോസറിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഗൈസ്. ഇനി അടുത്ത ഡൈനോസർ ഇവിടെ വല്ലതും ഉണ്ടാകുന്ന നോക്കി പോവാം ഗൈസ്. പാവ ഡൈനോസർ കുട്ടൻ, പാവമല്ലേ ഗൈസ്, കൊല്ലൻ്റെ ആയിരുന്നു. പക്ഷെ കൊന്നേ പറ്റുമല്ലോ ആയിരുന്നു. പോയാ കുറച്ചുകൂടെ സമ്മാനം കൊടുക്കായിരുന്നു. അവന് ഭാഗ്യമുണ്ട്, അവൻ പോയി. കുറച്ചുകൂടെ സമ്മാനം കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ബോംബ് എടുത്ത് ഒട്ടിച്ചാൽ മതിയായിരുന്നു. ഇപ്പം പോട്ടെ, നമുക്ക് ഒരു വണ്ടി വിളിക്കാം. അയ്യോ, ഇതെന്തിനു വിളിച്ച? വേറൊരു വണ്ടി വിളിക്കാം ഗൈസ്. എന്തിനാ 5 വിളിക്കണേ ഗൈസ്? നമുക്ക് ഓക്കെ 5000 ഒരു വണ്ടി വിളിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്യൂക്ക് എടുത്തിട്ടുണ്ട്. 200 രൂപയേ ഉള്ളൂ ഗൈസ് ഡ്യൂക്കിന്. അപ്പോൾ ഡ്യൂക്കിൽ കയറി നമുക്ക് ഇങ്ങനെ പോവാം ഗൈസ്. പോയി ഇവിടെ എന്തെങ്കിലും നിന്ന് അവസാനിപ്പിക്കാം ഗൈസ്. അങ്ങനെ പാവൻ ഡൈനോസറിൻ്റെ കഥ വെച്ചപ്പോൾ എനിക്ക് മനസ്സമാധാനമായി. അങ്ങനെ ഗൈസ്, നമ്മൾ ഓരോ മരത്തിനെ ഇടിച്ചും ഒറ്റ വില്ലിലും ചാടിയും പോയി ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പം ഇന്ന് ബൈക്ക് ഓടിച്ച് എനിക്ക് ക്ഷീണമായി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് നിർത്താം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയ്ക്ക് വരണവരെ ബൈ.